നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബ്ദവീചികൾ കൊണ്ട് തലച്ചോറിലെ മുഴകൾ ഭേദമാക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. കണ്ടെത്തലിന് പിന്നിൽ സ്വിറ്റ്സർലൻഡിലെ ഗവേഷകർ. ഗ്രീൻ ടീ കുടിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന പഠനങ്ങൾ. രക്തപരിശോധനയിലൂടെ ഏത് തരം അർബുദമാണെന്ന് കണ്ടെത്താമെന്ന പഠനം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് തലയോട്ടിയിൽ മുറിവുകൾ ഒന്നും ഉണ്ടാക്കാതെ തലച്ചോറിലെ മുഴകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. സൂറിച്ചിലെ കുട്ടികളുടെ ആശുപത്രിയിലെ അൾട്രാസൗണ്ട് സെന്ററിലാണ് ഈ ചികിത്സ വിജയകരമായി പരീക്ഷിച്ചത്. കൂടുതൽ വൈദ്യപരീക്ഷണങ്ങൾ നടത്തി ചികിത്സയുടെ സുരക്ഷിതത്വവും കാര്യക്ഷമതയും ഉറപ്പാക്കിയ ശേഷം ക്യാൻസർ രോഗികളിൽ ഈ രീതി പ്രയോഗിക്കും. അൾട്രാസൗണ്ടിന്റെ ആയിരക്കണക്കിന് രശ്മികളെ ശരീരത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാണ് ചികിത്സ നടത്തുന്നത്. ഗ്രീൻ ടീ കുടിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന പഠനങ്ങൾ. സ്വിറ്റ്സർലാൻഡിലെ ബേസൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. പഠനത്തിന് മുന്നോടിയായി പുരുഷന്മാർക്ക് ഗ്രീൻ ടീ അടങ്ങിയ ലഘുപാനീയം നൽകിയാണ് ഗവേഷകർ നിഗമനത്തിലെത്തിയത്. ഹൃദയാഘാത സാധ്യത കുറയ്ക്കൽ, അർബുദത്തെ പ്രതിരോധിക്കൽ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ നിയന്ത്രിക്കാനും ഗ്രീൻ ടീക്ക് കഴിയുമെന്ന് നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിരുന്നു. മഹോദരത്തിന്റെ കാരണങ്ങളും ചികിത്സയുമാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് സത്താറാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു രോഗമാണ് മഹോദരം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഡോക്ടർ ഈ മഹോദരം? മഹോദരം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിനകത്ത് വെള്ളം കെട്ടി കിടക്കുന്ന അവസ്ഥയാണ് മഹോദരം എന്ന് പറയുന്നത്. അത് അസൈറ്റിസ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ വയറ്റിനകത്ത്, അതായത് പെട്രോണിയൽ ക്യാവിറ്റിക്കകത്ത് 50 ml താഴെ മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ. ഇതിൻ്റെ അളവ് കൂടുമ്പോഴാണ് മഹോദരം ഭവിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ അളവ് 10 മുതൽ 15 ലിറ്റർ വരെ ആകാം. അതിനെ മാസീവ് അസൈറ്റിസ് എന്നും പറയുന്നു. ഡോക്ടർ, ഈ മഹോദരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മഹോദരത്തിന് പല കാരണങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈയിടെ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 80 മുതൽ 85% വരെ മഹോദരത്തിന് കാരണവും കരളിനുണ്ടാകുന്ന സിറോസിസ് അഥവാ കരൾ വീക്കം ആണ്. കരൾ വീക്കം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. നമുക്കറിയാം, പ്രധാനമായും മദ്യപാനം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, പിന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഇവയാണ് പ്രധാനമായിട്ടും സിറോസ് ഉണ്ടാകുന്ന കാരണങ്ങൾ. പിന്നെ ബാക്കിയുള്ള 15% കാരണങ്ങൾ എന്ന് പറയുന്നത് കാർഡിയക് അസൈറ്റിസ് എന്ന് പറയും. കാർഡിയക് അസൈറ്റിസ് എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വയറ്റിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അതിന് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്ന അസുഖം കാരണമാകാം. ചിലപ്പോൾ കാർഡിയക് ഫെയിലർ, അതായത് ഹൃദയത്തിന്റെ പമ്പിംഗ് കുറയുന്ന അവസ്ഥ, അതാണ് കാർഡിയക് ഫെയിലർ, അത് റൈറ്റ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അതിന് ഇങ്ങനെ ഉണ്ടാകുന്ന മഹോദരത്തിന് കാർഡിയക് അസൈറ്റിസ് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാരണം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ട്യൂബർക്കുലോസ് അസൈറ്റിസ് എന്ന് പറയും. അതായത് കുടലിനെ ബാധിക്കുന്ന വയറിനെ ബാധിക്കുന്ന ക്ഷയരോഗം. ഇങ്ങനെയുള്ള ചില രോഗികളിൽ ക്ഷയരോഗം കുടലിനെ ബാധിക്കുകയും അങ്ങനെ വയറിനകത്ത് നീര് കാണുകയും ചെയ്യും. അത് ട്യൂബർക്കുലോസ് അസൈറ്റിസ് എന്ന് പറയും. പിന്നെ വളരെ തുച്ഛമായത് 5 മുതൽ 10% രോഗികളിൽ ചിലപ്പോൾ ഈ മാലിഗ്നൻസി റിലേറ്റഡ് അസൈറ്റിസ് എന്ന് പറയും. അത് ക്യാൻസർ സംബന്ധമായ ചില രോഗങ്ങൾ, ചിലപ്പോൾ വയറ്റിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന രോഗം ലക്ഷണമായിട്ട് വരാം. അതായത് ചില ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, പിന്നെ കരളിലെ ക്യാൻസർ എന്നിവയും വയറ്റിനകത്ത് നീര് കെട്ടിടുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ ഈ വളരെ വിരളമായി കാണുന്ന വേറൊരു അസൈറ്റിസ്, അത് മഹോദരത്തിന് കാരണം എന്ന് പറയുന്നത് പാങ്ക്രിയാസ് എന്ന ഗ്രന്ഥിയിലുണ്ടാകുന്ന നീർവീക്കമാണ്. അതായത് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥയാണ് പാങ്ക്രിയാറ്റിക് അസൈറ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ വളരെ വിരളമായിട്ടാണ് സംഭവിക്കുന്നത്. പ്രധാനമായും 80 മുതൽ 85% വരെ കാരണം, അതായത് മഹോദരത്തിന് കാരണം എന്ന് പറയുന്നത് കരൾ വീക്കം, അതായത് സിറോസിസ് തന്നെയാണ്. മഹോദരത്തിന് കാരണം മദ്യപാനം എന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, കേരളം മദ്യപന്മാരുടെ നാടായിട്ട് കുറേ കാലമായി. ഈ മദ്യപാനികളിലാണ് കൂടുതലായിട്ടും ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 80 മുതൽ 85% വരെ മഹോദരത്തിന് കാരണം സിറോസ് ആണ്. സിറോസിൽ ഒരു ഭൂരിഭാഗം അതിന്റെ കാരണം എന്ന് പറയുന്നത് മദ്യപാനം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മദ്യപാനം വളരെ കൂടി വരുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ കേരളമാണ് ആളോഹരി മദ്യ ഉപയോഗത്തിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. പ്രധാനമായും ചെറുപ്പക്കാരിൽ തന്നെ ഇപ്പം മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ മഹോദരത്തിന്റെ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ മഹോദരം കാണപ്പെടുന്നു.
ഡോക്ടർ, പക്ഷേ മദ്യപിക്കാത്തവർക്കും മഹോദരം ഉണ്ടാവാൻ ഇടയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതെന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ പോലെ സിറോസിസ് മദ്യമം അല്ലാതെ ചില കാരണങ്ങൾ കൊണ്ടും സിറോസിസ് ഉണ്ടാകും. അതായത് കരൾ വീക്കം, ഹെപ്പറ്റൈറ്റിസ് വൈറസും ഉണ്ടാകുന്ന കരൾ വീക്കം, ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്ന വൈറസും ഉണ്ടാകാം. ചിലപ്പോൾ ഈ പൊണ്ണത്തടി ബാധിച്ചുണ്ടാകുന്ന കരൾ വീക്കങ്ങൾ, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും. അത് ഷുഗർ, അമിത പ്രമേഹം, കൊളസ്ട്രോൾ, പിന്നെ BP, അതായത് രക്തസമ്മർദ്ദം എന്നീ ഉള്ള രോഗികൾക്കും ചിലപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടായി കുറച്ച് ക്രമേണ സിറോസിസും മഹോദരവും ആയി തീരാൻ സാധ്യതയുണ്ട്. വേറെ ചില കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്യൂബർക്കുലോസ് അസൈറ്റിസ്, അതായത് TB, ക്ഷയരോഗം വയറ്റിനെ കുടലിനെ ബാധിക്കുന്നതുകൊണ്ടും അത് മഹോദരം ഉണ്ടാകും. അങ്ങനെ മദ്യം കഴിക്കാത്ത ആൾക്കാർക്കും മഹോദരം ഉണ്ടാകാൻ കാണപ്പെടുന്നു. മഹോദരം പുരുഷന്മാരിലാണോ കൂടുതലായിട്ടും കാണപ്പെടുന്നത്? അത് കൂടുതലും പുരുഷന്മാരിലാണ് നമ്മൾ കാണപ്പെടുന്നത്. പ്രധാനമായും അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മദ്യത്തിന്റെ കൂടുതൽ ഉപഭോക്താക്കൾ നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരാണല്ലോ. അതുകൊണ്ടും പിന്നെ ഹെപ്പറ്റൈറ്റിസ് കൂടുതലും പിന്നെ നോൺ ആൽക്കഹോൾ ഫാറ്റ് ലിവർ ഡിസീസ് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. അതുകൊണ്ട് മഹോദരം കൂടുതലും പുരുഷന്മാരിലാണ് നമ്മൾ കാണപ്പെടുന്നത്. മദ്യം ഒരു പ്രധാന കാരണമാണ് ഈ രോഗത്തിനെന്ന് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മദ്യപിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ രോഗം കാണുന്നത് എന്ന് വ്യക്തമാണോ? അതെ, മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നേരത്തെയുള്ള ഒരു പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു 30-35 വയസ്സ് ചിലപ്പോൾ മദ്യപാനം തുടങ്ങാൻ കാരണമായേക്കാം. ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു 10-15-20 വയസ്സിൽ തന്നെ മദ്യപാനം തുടങ്ങുന്നതായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു കരൾ വീക്കം വരികയും ഒരു കുറച്ച് കഴിഞ്ഞ് തന്നെ മഹോദരം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മഹോദരം ഇപ്പോൾ വളരെ ഏർലി ആയിട്ട്, അതായത് കൂടുതൽ ചെറുപ്പകാലത്ത് തന്നെ കാണപ്പെടുന്നതായിട്ട് ആണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മദ്യപിക്കാത്തവർക്കും ഈ രോഗം ഉണ്ടാവുന്നു എന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ രോഗം എത്ര വയസ്സ് മുതലാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്? സാധാരണ രീതിയിൽ ഒരു 35 മുതൽ 40 വയസ്സ് വരെയാണ് നമ്മൾ കാണപ്പെടുന്നത്. പ്രധാനമായും ഇപ്പോൾ കൂടുതൽ ഏർലി ആയിട്ട്, ഇത് കൂടുതൽ ചെറുപ്പകാലത്ത് തന്നെ ഇപ്പോൾ കണ്ടുവരുന്നത്, അതായത് 25 മുതൽ 30 വയസ്സ് വരെ ചിലപ്പോൾ കാണാം. പിന്നെ ക്ഷയരോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് കാർഡിയക് അസൈറ്റിസ്, ഹൃദയ സംബന്ധമായ അസൈറ്റിസ്, അതായത് മഹോദരം ഉണ്ടാകുന്നവർക്കും കുറച്ചുകൂടെ ചെറുപ്പത്തിലെ തന്നെ ഈ മഹോദരം കാണപ്പെടുന്നു. ഡോക്ടർ, ഈ മഹോദരത്തെ നമുക്ക് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതായത് മഹോദരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് മഹോദരം. അതായത് ഇപ്പോൾ വയറ്റിലുണ്ടാകുന്ന പെരുക്കം, വയറ് വീർത്തിരിക്കുന്ന പോലെ തോന്നുക. പിന്നെ അതിന്റെ കൂടാതെ കാലിലുണ്ടാകുന്ന നീര്, കാൽവെണ്ണയിലുണ്ടാകുന്ന നീര്, ഇത് വയറ് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കൂടുതൽ ശ്വാസതടസ്സം, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ആണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതുകൂടാതെ ചിലപ്പോൾ ഈ കരൾ വീക്കമുള്ള രോഗികൾക്ക് അത് മഞ്ഞപ്പിത്തം, അതായത് മൂത്രത്തിലും കണ്ണിലും മഞ്ഞ ഉണ്ടാകുന്ന അവസ്ഥ, പിന്നെ അബോധാവസ്ഥ, ഓർമ്മക്കുറവ് എന്നിവയും കാണപ്പെടാം. ഡോക്ടർ, ഈ സിറോസിസും മഹോദരവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് നേരത്തെ പറഞ്ഞ പോലെ 80-85% വരെ മഹോദരത്തിനും കാരണം സിറോസിസ് ആണ്. അപ്പോൾ സിറോസിസ് പല കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കാരണമായിട്ട് കണ്ടുപിടുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, C എന്നീ വൈറസുകൾ, പിന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പോൾ ഇവയാണ് പ്രധാനമായും ഈ കരൾ സിറോസിസ് ഉണ്ടാകാൻ കാരണങ്ങൾ. കരൾ സിറോസിസ് എന്ന് പറയുന്നത് ഈ കരളിലെ കോശങ്ങൾ നശിച്ച് അത് വടുക്കൾ, അതായത് ഫൈബ്രോസിസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് കരൾ സിറോസിസ്. കൂടുതൽ കാലക്രമേണ അത് കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് ശരീരത്തിനെ തന്നെ ദോഷമായി ബാധിക്കുകയും ചെയ്യും. പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് ഒരു രോഗി ഇപ്പോൾ ഒരു സിറോസിസ് ആദ്യമായി ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് ഈ മഹോദരവുമായി ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴാണ്. പലപ്പോഴും അതിനു മുമ്പ് സിറോസിസ് വളരെ സൈലന്റായി നിൽക്കുകയും അത് ഒന്നും അറിയാതെ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ കാണപ്പെടുകയും ചെയ്യുന്നു. പലപ്പോഴും മഹോദരം ആദ്യമായിട്ട് വരുമ്പോഴാണ് കരൾ രോഗം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ, ഈ മഹോദരം നിർണ്ണയിക്കാനുള്ള ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് നിലവിലുള്ളത്? പ്രധാനമായും മഹോദരമുള്ള രോഗികൾ, നമ്മുടെ വയറ് വീർക്കമായിട്ട് വരുന്ന രോഗികൾ ഉടനെ തന്നെ ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് ഒരു ചികിത്സ തേടേണ്ടതാണ്. പ്രധാനമായും നമ്മുടെ വിദഗ്ധമായ ഒരു പരിശോധന ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. ദേഹപരിശോധന, വയറ് പരിശോധിക്കുമ്പോൾ തന്നെ വയറ്റിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം കെട്ടിക്കിടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്, അതായത് വയറിന്റെ സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വയർ സ്കാൻ ചെയ്യുമ്പോൾ കൂടെ വയറ്റിനകത്ത് കരളിലുണ്ടാകുന്ന വീക്കം, സിറോസിസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ വയറ്റിൽ മുഴകൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ സ്കാൻ, അൾട്രാസൗണ്ടിന് പുറമെ CT സ്കാൻ, അത് കുറച്ച് കൂടിയ സ്കാനാണ്, CT സ്കാനും കൂടെ എടുക്കേണ്ടി വരും. പിന്നെ ഉള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ടെസ്റ്റ് എന്ന് പറയും. അതായത് ക്യാമറ ട്യൂബ് വായി കൂടെ കടത്തി നോക്കുന്ന ടെസ്റ്റാണ്.
അത് എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കൊളോണോസ്കോപ്പി, ലാപ്രോസ്കോപ്പി എന്നീ ടെസ്റ്റുകളും ചില ഘട്ടങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വയറ്റിൻ്റെ വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റാണ്. അത് അസൈറ്റിക് ഫ്ലൂയിഡ് സ്റ്റഡി എന്ന് പറയും. അതായത് വയറ്റിൽ നിന്ന് വെള്ളം ഒരു സൂചി കുത്തിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോട്ടീൻ, ആൽബ്യൂമിൻ, സെൽസ് എന്നിവ ലബോറട്ടറിയിൽ പരിശോധിക്കാം. അങ്ങനെ ഒരു അസൈറ്റിസ്, അതായത് മഹോദരത്തിൻ്റെ കാരണം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഒരു 80-85% ഈ ഒരു അസൈറ്റിക് ഫ്ലൂയിഡ് സ്റ്റഡി വഴി നമുക്ക് മഹോദരത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റും. ഇവയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, മഹോദരത്തിനുള്ള ടെസ്റ്റുകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വിവിധതരം ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുകയുണ്ടായി. ഈ ടെസ്റ്റുകളിൽ മഹോദരം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി എന്നാണ് ഏതൊക്കെ ചികിത്സാ രീതികളാണ് നിലവിലുള്ളത്? അതായത് നേരത്തെ പറഞ്ഞ പോലെ മഹോദരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിന്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു അസൈറ്റിസ്, അതായത് മഹോദരമായിട്ട് ഒരു രോഗി നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ ഇത്രയും നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ രോഗം ഏതാണെന്ന്, സിറോസിസ് അതാണോ അല്ല വേറെ എന്തെങ്കിലും ട്യൂബർക്കുലോസിസ് ആണോ എന്ന് ആദ്യമായി കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 85% പേർക്കും ഇത് സിറോസിസ് മൂലമാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള രോഗികൾക്ക് പ്രധാനമായും നമ്മുടെ സിറോസിന്റെ ട്രീറ്റ്മെന്റാണ് ആദ്യം ചെയ്യുന്നത്. അതായത് മദ്യം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങളാണെങ്കിൽ മദ്യപാനം നിർത്തുക, അതിനുള്ള ഗുളികകൾ തുടങ്ങുകയും പിന്നെ സൈക്യാട്രിക് കൗൺസിലിംഗ് അതിന് വിധേയമാക്കുകയും ചെയ്യും. അതുകൂടാതെ പിന്നെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ വൈറസ് കൊണ്ടും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കരൾ രോഗങ്ങളുണ്ടാകും, കരൾ വീക്കം. അതിനുള്ള ആന്റിവൈറൽ മരുന്നുകളും ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ ഉള്ളത് വയറിലെ നീര് കുറയ്ക്കാനുള്ള ചികിത്സയാണ്. അതിന് പ്രധാനമായി ഉപ്പ് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഉപ്പ് കൂടിയ ആഹാരം എന്ന് പറയുന്നത് അച്ചാർ, പപ്പടം എന്നിവ വളരെ ഒഴിവാക്കുക. പിന്നെ ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് 2 ഗ്രാം, അത് 1/2 സ്പൂൺ മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കാവൂ. വേറെ ചില ഗുളികകൾ ലഭ്യമാണ്. അതായത് വയറ്റിലെ നീര് വലിച്ചെടുക്കാവുന്ന ഗുളികകൾ, നീര് വലിച്ചെടുത്ത് അത് മൂത്രത്തിൽ കൂടെ കളയുന്ന ഗുളികകളുണ്ട്, അത് ഡയോററ്റിക്സ് എന്ന് പറയും. അവയും പ്രധാനമാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക്. പിന്നെ ഇതൊന്നും കൊണ്ട് വയറ് നീര് കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് കളയേണ്ട അവസ്ഥയായി വരും. അത് അസൈറ്റിക് ഫ്ലൂയിഡ് ടാപ്പ് എന്ന് പറയും. ചിലപ്പോൾ ഒരു 10 മുതൽ 15 ലിറ്റർ വരെ വെള്ളം കളയേണ്ടി വരും. ചില രോഗികൾക്ക്, ചില സിറോസിസ് ഉള്ള രോഗികൾക്ക് ഈ വെള്ളം കുത്തിയെടുത്ത് കളഞ്ഞാലും വീണ്ടും വീണ്ടും അത് നിറഞ്ഞ് ഉള്ള അവസ്ഥ വരും. അങ്ങനെയുള്ള രോഗികൾക്ക് ചിലപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഡോക്ടർ, നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത മഹോദരത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും വിവിധ ടെസ്റ്റുകളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാര്യമുള്ളത്, മഞ്ഞപ്പിത്തം ചിലപ്പോൾ മഹോദരത്തിലേക്ക് ഭവിച്ചേക്കാം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കരൾ വീക്കം, അതായത് സിറോസിസ് ഉള്ളവർക്ക് പലപ്പോഴും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് അതായത് മൂത്രത്തിനും കണ്ണിനും മഞ്ഞയാകുന്ന അവസ്ഥ. അതായത് ചിലപ്പോൾ സിറോസിസ് ഉള്ള രോഗികൾക്ക് ഈ മഹോദരം ഉള്ളപ്പോൾ ഈ മഞ്ഞപ്പിത്തം കാണപ്പെടുന്നു. ഇതുകൂടാതെ ചില ഹെപ്പാറ്റിക് ക്യാൻസർ, അതായത് ലിവർ ക്യാൻസർ ഉള്ള രോഗികൾക്കും ചിലപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകാറുണ്ട്. ഡോക്ടർ, ഈ രോഗത്തെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്നതാണോ? അതെ, സിറോസിസ് ഉള്ള രോഗികൾക്ക് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. അത് കാരണം ഒരു കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ഗുളികകൾ കുറേ നാൾ കഴിക്കണം. പിന്നെ അതിൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തുള്ള ചികിത്സയും കുറച്ച് നാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീര് വെള്ളം കുത്തിയെടുത്തിട്ടും വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും. പിന്നെ ട്യൂബർക്കുലസ് അസൈറ്റിസ്, അതായത് നേരത്തെ പറഞ്ഞ വേറെ ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അസൈറ്റിസ്, അതായത് മഹോദരം, അത് ട്യൂബർക്കുലസ് അസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ TB, അതായത് ക്ഷയരോഗം നമ്മളെ കുടലിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അസൈറ്റിസ് ആണ്. അത് മഹോദരം, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള രോഗികൾ നമ്മൾ ATT, അതായത് TBയുടെ ഗുളിക അതിന് തീർച്ചയായും കൊടുക്കണം. അത് 6 മാസം മുതൽ 9 മാസം വരെ TBയുടെ ഗുളിക കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് മാറും. പിന്നെ ഹൃദയ സംബന്ധമായ മഹോദരമുള്ള അവസ്ഥ, ഹൃദയ സംബന്ധമായ മഹോദരം, അത് കാർഡിയക് അസൈറ്റിസ് എന്ന് പറയും. അതിനുള്ള ഗുളികകളും ലഭ്യമാണ്. അതും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഉള്ളത് പാൻക്രിയാറ്റിക് അസൈറ്റിസ്, അതായത് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളതാണ്. പാൻക്രിയാസിന്റെ വീക്കം, കരളിനുണ്ടാകുന്ന പാൻക്രിയാസിന് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം മൂലമുണ്ടാകുന്ന അസൈറ്റിസും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, ക്യാൻസർ രോഗങ്ങൾ മഹോദരം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അത് പല ക്യാൻസർ രോഗങ്ങളും അത് വയറ്റിനകത്ത് നീര് ഉണ്ടായി കാണപ്പെടുന്നു. അത് വളരെ വിരളമാണ്. നമ്മൾ താരതമ്യേന സിറോസിനെ അപേക്ഷിച്ച് അത് വിരളമാണ്. അത് 5 മുതൽ 10% വരെ മാത്രമേ അത് കാണപ്പെടുന്നുള്ളൂ. പ്രധാനപ്പെട്ട ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിലെ ക്യാൻസർ, അതായത് കോളൻ ക്യാൻസർ എന്ന് പറയും. പിന്നെ ആമാശയത്തിലെ സ്റ്റൊമക് ക്യാൻസർ,
അതുകൂടാതെ പാങ്ക്രിയാസ് എന്ന ഗ്രന്ഥി ഉണ്ടാകുന്ന പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഇവയും ഈ അവൻകൂടെ ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് അണ്ഡാശയത്തിൽ ഓവേറിയൻ ക്യാൻസർ എന്ന് പറയുന്ന അണ്ഡാശയ ക്യാൻസറും ചിലപ്പോൾ മഹോദരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ മാറിലുണ്ടാകുന്ന ക്യാൻസർ ഇതും മഹോദരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസർ ലങ് ക്യാൻസർ, അതായത് ചില രോഗികൾക്ക് അതായത് ദീർഘകാലം ഉണ്ടാകുന്ന ചുമ, രക്തം തുപ്പുക, പിന്നെ നല്ല ഭാരക്കുറവ് എന്നീ രോഗികൾ ലങ് ക്യാൻസർ വരാം. ചിലപ്പോൾ അത് പെരിറ്റോണിയം അതായത് വയറ്റിലോട്ട് വ്യാപിക്കുകയും അത് മഹോദരമായി ഭവിക്കുകയും ചെയ്യാം. ഇത്തരം ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മഹോദരം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ ലക്ഷണങ്ങൾ, അതായത് രോഗലക്ഷണങ്ങൾ, അതായത് ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശത്തിനുള്ള ക്യാൻസറുള്ള രോഗികൾ ദീർഘകാലം ഉണ്ടാകുന്ന ചുമ, പിന്നെ രക്തം തുപ്പുക, അതായത് ഭാരം വളരെ കുറയുക, ക്ഷീണം, പിന്നെ ചിലപ്പോൾ പനി എന്നിവ കാണാം. ഇതാണ് ഈ മാലിഗ്നൻസി റിലേറ്റഡ് അസൈറ്റിസ്, അതായത് പെരിറ്റോണിയൽ അസൈറ്റിസ് കാർസിനോമറ്റോസിസ് എന്ന് പറയും. ഇത്തരം മാലിഗ്നൻസി അതായത് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മഹോദരം വളരെ കുറവാണ്. അത് 5 മുതൽ 10% വരെ മാത്രമേ ഉള്ളൂ. മഹോദരൻ, ക്യാൻസർ രോഗം മൂലം ഉണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ രോഗം പിടിപെടാറുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഈ വളരെ വിരളമായിട്ടാണ് ഈ പാങ്ക്രിയാറ്റിക് അസൈറ്റിസ് എന്ന് പറയുന്നത്. അത് പാങ്ക്രിയാസിൽ എന്ന ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ്. അത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ചിലപ്പോൾ കഠിനമായ വയറുവേദന, ഛർദിൽ, ഓർക്കാനം, പിന്നെ വയറിനകത്ത് നീര്, അത് വെള്ളം കെട്ടിക്കിടന്ന അവസ്ഥ, അത് വളരെ തുച്ഛമാണ്. അതൊരു 1% താഴെയുള്ള രോഗികൾക്ക് മാത്രമേ കാണാറുള്ളൂ. പിന്നെയുള്ള ചില മഹോദരത്തിന് കാരണമാണ് കൈലസ് അസൈറ്റിസ് എന്ന് പറയും. അതായത് ലിംഫ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ എന്നിവയും കാണാറുണ്ട്.